ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. പല യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടു. അതിൽ വേറെ കുറച്ച് ആൾക്കാരുടെ പേരിൽ കൂടെ പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവര് പോലീസ് സൈബർ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ അന്വേഷണത്തിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. തുടർന്ന് തീർച്ചയായിട്ടും വേണ്ട മേൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇവിടുത്തെ പോലീസ് മേലധികാരികൾ എന്നോട് അറിയിച്ചു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട കേരള പോലീസ്, നമ്മുടെ മുഖ്യമന്ത്രി, ബിഷപ്പ്, രേണുസുതി ആൻഡ് ഫാമിലി, നിങ്ങളെല്ലാവരും കൂടി സന്ദീപ് ഇടപ്പാൾ അഥവാ റെയറിൽസിനെ അകത്താക്കി ഞാൻ കണ്ടിരുന്നു. കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലൂടെ ഒരു പേടി പെട്ടെന്നിങ്ങനെ വരാൻ തുടങ്ങി. കാരണം സന്ദീപിനെ അറസ്റ്റ് ചെയ്ത് അടുത്തിന് എന്നെ ആകുമോ എന്നുള്ളൊരു പേടി എനിക്കിങ്ങനെ ഉള്ളിൽ നിന്നിങ്ങനെ പിടഞ്ഞ് വരാൻ തുടങ്ങി. എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്, ദയവ് ചെയ്തിട്ട് ജൂലൈ 23 കഴിഞ്ഞിട്ട് എന്നെ തൂക്കണമെങ്കിൽ നിങ്ങൾ തൂക്കിക്കോ. വേറെ ഒന്നുമല്ല, ജനനായകൻ ഇറങ്ങാൻ പോവാണ്. ജനനായകൻ നമ്മ അണ്ണൻ്റെ ലാസ്റ്റ് പടമാണ്. അത് കണ്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ഉറക്കാൻ പറ്റത്തില്ല. സത്യം. CM വിജയ് എന്ന് എഴുതി കാണിക്കുന്ന ടൈറ്റിലോടുകൂടി ആ പടം എനിക്ക് കാണണം. നിങ്ങൾക്ക് തൂക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തൂക്കിക്കോ. എവിടെയാണ് വിളിച്ചോ ഞാൻ വന്നോളാം. അല്ലെങ്കിൽ എന്നെ എടുത്തോണ്ട് പൊക്കോ. നിങ്ങൾ വേണമെങ്കിൽ 1 മാസം 1 വർഷം കൊണ്ടിട്ട് വളർത്തിക്കോ. എന്തായാലും ഞാൻ സഹിക്കാം. പക്ഷെ അണ്ണൻ്റെ ലാസ്റ്റ് പടമാണ്. എന്നെ കാണാൻ അനുവദിക്കണം. ആ ഒരൊറ്റ റിക്വസ്റ്റ് എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ളൂ. ഇനി അണ്ണൻ പടത്തിയില്ല, അതുകൊണ്ട് ആ ഒരു പടം കാണാൻ എന്നെ അനുവദിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അറസ്റ്റ് എന്താ വെച്ച് ചെയ്തോ, ഞാൻ എല്ലാത്തിനും സഹകരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കിടന്ന് പൊട്ടിക്കരയുന്ന ഒരു അതുൽ വ്ളോഗ്സിനായിരിക്കും നിങ്ങൾ കാണുന്നത്. കാരണം ഇന്നും ഇന്നലെ തുടങ്ങിയല്ല, 5ാം ക്ലാസ് മുതലേ തുടങ്ങിയ വിജയ് ഫാൻ. അതുകൊണ്ട് ജൂലൈ 23 കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. എനിക്കൊരു പ്രശ്നമല്ല, ചോദിക്കാനും പറയാനായിട്ടില്ല. ഞാൻ വന്നിരുന്നോളാം. നിങ്ങൾ എത്ര നാൾ വേണോ കൊണ്ടിട്ടോ, ഐ വിൽ മാനേജ്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള ആദ്യത്തെ ഒരു റിക്വസ്റ്റ്. ബഹുമാനപ്പെട്ട എല്ലാ ജനങ്ങളോടും ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. സന്ദീപ് ഇടപ്പാൾ അഥവാ റെയറിൽസ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സന്തോഷ വാർത്ത എന്നാരും വിചാരിക്കേണ്ട. അപ്പോൾ സന്ദീപിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഈ ന്യൂസ് അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു, രേണു കേസ് കൊടുത്ത. അങ്ങനെയാണെങ്കിൽ രേണു എങ്ങനെ ഈ വയ്യാത്ത ഈ ഒരു അവസ്ഥയിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നു, കേസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ പോലീസുകാരെ വീട്ടിൽ വിളിച്ച് പരാതി കൊടുത്തോ, അല്ലെങ്കിൽ ഓൺലൈൻ വഴി പരാതി കൊടുത്തോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. അങ്ങനെ ചെറിയൊരു ആപ്പ് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പോലീസുകാർ ആ പ്രതിയുടെ വീട്ടിൽ പോയി ഒന്നും പൊക്കത്തില്ല. ഓക്കെ, അങ്ങനെ ചെയ്യത്തില്ല. ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു ആപ്പ് ടീം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊക്കത്തില്ല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മൾ തൊട്ട് മുന്നേയൊക്കെ ചെയ്ത ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ ഒരു വിഷയം. അത് ഒരു കോടതിയിൽ നിന്നും അറസ്റ്റ് വാറന്റ് അടക്കം വന്നിട്ട് പോലീസുകാർ പോയി പൊക്കാത്ത കേസാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു ഒരു സാധാരണക്കാരൻ്റെ കേസാണെങ്കിൽ പോലീസുകാരങ്ങനെ പോകത്തുമില്ല, പൊക്കത്തുമില്ല. അപ്പം എന്താണ് കേസ്, ആരാണ് കേസ് കൊടുത്തത്? അപ്പം ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലി അദ്ദേഹമാണ് നമ്മുടെ സന്ദീപ് ഇടപ്പാളിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, അതിന് സന്ദീപ് എന്തെങ്കിലും പറഞ്ഞ? സന്ദീപ് ഒന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാണ് സന്ദീപിനെതിരെ കേസ് കൊടുത്തത് എന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. ഓക്കെ, അതവിടെ ഇങ്ങനെ. അപ്പോൾ ഞാൻ സന്ദീപിൻ്റെ ചാനലൊക്കെ വീഡിയോസൊക്കെ കാണാറുണ്ട്. ചെക്ക് ചെയ്തപ്പോൾ സന്ദീപ് ഏതൊക്കെയോ കഥയിരുന്ന് എന്തൊക്കെയോ പറയുക. ആരുടെയും പേര് പറയുന്നില്ല, ആരുടെയും അഡ്രസ്സ് പറയുന്നില്ല, ആരുടെയും ഫോട്ടോ വയ്ക്കുന്നില്ല, ഒന്നുമില്ല. എന്തൊക്കെയോ സന്ദീപിന് ഇഷ്ടമുള്ളതൊക്കെ സന്ദീപ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അത് ആർക്കൊക്കെയോ കൊള്ളുന്നു. അല്ലെങ്കിൽ അനീഷ് വന്നിട്ട് അനീഷിൻ്റെ വീഡിയോ പറയുന്നുണ്ട് അത് ബിഷപ്പിനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞും കൊണ്ട് സ്വയം അത് ഏറ്റെടുക്കുകയും അതിനെ തുടർന്ന് കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബിഷപ്പ് എന്നെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് വിളിച്ചിട്ട് വളരെ മാന്യമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ബിഷപ്പ് എനിക്ക് ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്, പക്ഷേ കിച്ചുവിനെ നിങ്ങളിതിൽ വലിച്ചിട്ടത് എനിക്ക് ഒരു തരത്തിൽ യോജിപ്പില്ല. അതിപ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് തിരക്കായിപ്പോയി, രാവിലെ കുറച്ചധികം പണിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരക്കായതുകൊണ്ട് തന്നെ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വിളിച്ചില്ല. ഇനി വിളിക്കണം, നാളെ രാവിലെ ആയിട്ട് വിളിക്കണം. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ 2:23 വെളുപ്പാങ്ങാല 2:23 ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാനൊരു പടം കണ്ടിട്ട് എടുത്ത് ഇൻസ്റ്റോ തുറന്നു നോക്കിയപ്പം തുരുതുരാ മെസ്സേജ് കിടക്കുന്നു. അടുത്തത് നീയടാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇതെന്ത് സംഭവം, സന്ദീപിൻ്റെ അറസ്റ്റാണ്. ഞാൻ രാവിലെ അറിഞ്ഞ കേസാണ്. അപ്പോൾ സന്ദീപിൻ്റെ അറസ്റ്റ് എനിക്ക് വലിയ ആശ്ചര്യമൊന്നും തോന്നിയില്ല. കാരണം അതിന് തലേ ദിവസം സന്ദീപും ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സന്ദീപ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൃക്കൊടിത്താനം സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്
എന്നുള്ളൊരു കാര്യം അടക്കം സന്ദീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പം കയറി കയറ്റുള്ള പരിപാടിയൊന്നും ഇല്ല. ഇതിപ്പോൾ ഒരു വരട്ടൽ, മൊത്തം വ്ളോഗേഴ്സിന് ഒരു ഇതാക്കൽ. ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ എന്നെയും കൊണ്ടുപോകും, അവിടെ കൊണ്ട് അടച്ചിടും. ചിലപ്പോൾ ജാമ്യം കിട്ടും, ചിലപ്പോൾ ജാമ്യം കിട്ടിയില്ല ഞാൻ വീണ്ടും അതിൻ്റെ അകത്ത് തന്നെ അവിടെ കിടക്കും. ഇതൊക്കെ സംഭവിക്കും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. എന്തായാലും നമ്മളെ തിന്നാൻ തരാതെ ഇട്ടിരിക്കല്ലേ സാറന്മാരെ. എനിക്ക് അതേ ഉള്ള ഒരു റിക്വസ്റ്റ്. കാരണം എല്ലാവർക്കും തിന്നാൻ തന്നെ സമയത്തിന് നമ്മൾ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ അടുത്ത ചിലപ്പോൾ ഞാനാവാം, ബിച്ചു ആവാം. ബിച്ചുവിനും ചാൻസ് കൂടുതലുണ്ട് കേട്ടോ. പറയുമ്പോൾ നമ്മളെല്ലാം പറയണല്ലോ. അങ്ങനെ നമ്മൾ ആരും ആകാം. അടുത്തത് യാർ, അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, നമ്മളെ മറ്റേ ജനനായകൻ കാണാൻ അനുവദിക്കണം. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് രേണുസുധിയുടെ പ്രൊഫൈലിലോട്ട് പോവാം. രേണുസുധി സുഖമില്ലാതെ ഇരിക്കുകയാണ്. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫോൺ യൂസ് ചെയ്യില്ലെന്ന്. പക്ഷെ സന്ദീപിനെ അറസ്റ്റ് ചെയ്തപ്പോൾ രേണുസുധിയുടെ പ്രൊഫൈൽ ഞാനിങ്ങനെ ചെക്ക് ചെയ്യുമായിരുന്നു. ഓക്കെ, നോക്കാം. ഞാൻ ഒന്ന് ചിരിച്ചോട്ടെ, ഉള്ളു തുറന്നു. പിന്നെ എന്ത് ചിരിച്ചോ, പ്രാർത്ഥിക്കുകയാണ്, കൈകൂപ്പിയൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ആഹ്ലാദ ആശ്രവമാണ് രേണുസുധിക്ക്. നല്ലതാടി, നല്ലതാ, നീ ചിരിക്കും, അല്ലെങ്കിലും ചിരിക്കണം. ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും ചിരിക്കുന്നതിന് താഴെയുള്ള കമൻസ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഈ ഞാൻ എൻ്റെ ഫോണിലെ ടൈം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 2:25. ഓക്കെ. അപ്പം ഞാൻ ഈ പോസ്റ്റ് കാണുമ്പോൾ ഇപ്പോൾ 57 മിനിറ്റ് എഗോ ആയിരുന്നു. ഇപ്പോൾ അത് 1 അവർ, 1 മണിക്കൂർ ഗ്യാപ്പിലാണ്. അപ്പോൾ ഈ 1.5 സമയത്തും രേണു ആക്റ്റീവായിരുന്നു ഇൻസ്റ്റയിൽ. ഒന്നുമില്ലെങ്കിൽ അസുഖമില്ലാത്ത ഒരു സിറ്റുവേഷനിലാണ്, അസുഖമുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. ആ സ്ഥിതിക്ക് സമയത്തിനും കാലത്തിനും കിടന്ന് ഉറങ്ങണ്ടേ രേണു? ഇങ്ങനെ ഇൻസ്റ്റയ്ക്ക് യൂസ് ചെയ്തിരുന്നാൽ പോരെ. അപ്പോൾ ചിലപ്പോൾ പറയാം അതെൻ്റെ ഹാൻഡിൽ ചെയ്യുന്ന മാനേജർ കരിഷ്മയായിരിക്കുന്നതായിരിക്കും. ആയിക്കോട്ടെ, എന്തരായാലും കൊള്ളാം. നമ്മൾ ചോദിച്ചാൽ പറയും, അത് ഞാനല്ല. എന്തായാലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ സ്വന്തമായിട്ട് ഇടുന്ന പോസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഈ അസുഖമായിട്ടൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടർ അടക്കം പറഞ്ഞിട്ട് ഫോണൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മോശമാണ് രേണു. ഹെൽത്ത് ഈസ് വെൽത്ത്. ആ ഹെൽത്ത് ഇല്ലെങ്കിൽ ഒരു തേങ്ങയും ഇല്ല. അതുകൊണ്ട് ടേക്ക് റെസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം. രേണുവിന് ആനന്ദാശ്രു എന്ന് പറഞ്ഞ വീഡിയോയിലിട്ട് പോവാം. സന്ദീപിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വീഡിയോ. സന്ദീപാണല്ലോ ഇത്, കൊള്ളാലോ ഇത്. നില്ല ഒരു സെക്കൻഡ്, ടൈറ്റിൽ വായിച്ചോട്ടെ. ആദ്യ അറസ്റ്റ്, യൂട്യൂബറെ വീട്ടിലെത്തി തൂക്കി. നില്ല് ബിഷപ്പിലോട്ട് വരാം. അതിനു മുന്നേ വീഡിയോ തുടക്കം കണ്ടിട്ട് ഇത് എന്തുവാ ഇത്? ഞാൻ ഒന്ന് പിടിക്കുന്നത് ഇത് ഇങ്ങോട്ടോ പോകണം, അല്ലെങ്കിൽ എൻ്റെ ആൻഡ്രോയിഡ് ഫോണിൽ. സന്ദീപേത്ത അങ്ങനെ വയറായി പറയാ. ഞാൻ പോയ അതേ സ്റ്റേഷൻ ചെല്ലി കയറ്റിയ സന്ദീപ്. സന്ദീപിന്റെ തമ്മിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. 1 കീമോ 2 ലക്ഷം ചെലവ്. മെഡിക്കൽ കോളേജിനെതിരെ ആരോഗ്യ വകുപ്പ് ഇടപെടൽ. പാവങ്ങളെ പറ്റിക്കല്ലേ. ഇതൊക്കെ സാധാരണ നമുക്ക് തോന്നിയ ചോദ്യങ്ങൾ ചോദിച്ചതാണ് രേണു. അതായത് രേണു ഒന്ന് മനസ്സിലാക്കുക. അല്ല, രേണുവിന്റെ കേസ് അല്ലല്ലോ ഇത്, ബിഷപ്പ് കൊടുത്ത കേസല്ലേ. പിന്നെ ഇതെങ്ങനെ രേണു ഇടപെട്ട്? എനിക്കത് മനസ്സിലായില്ല. ബിഷപ്പ് കൊടുത്ത കേസിലാണ് സന്ദീപിനെ പൊക്കിക്കൊണ്ട് പോയത്. സന്ദീപ് എങ്ങനെ വൈറലായല്ലോ. ഇതൊക്കെ ഒരു ഭാഗ്യം. പിന്നെ രേണുവിന്റെ നാടകം പൊളിച്ച് വീട്ടമ്മ. സന്ദീപ് കാറിലൊക്കെയാണ് വന്നിറങ്ങുന്ന. ഭാഗ്യവാനേ, രാവിലെ വീട്ടിൽ വന്ന് പോലീസ് നോക്കിയെങ്കിൽ ഭാഗ്യം. AC ഒക്കെ ഇട്ട് നെഞ്ചിനുള്ളിൽ തേനാണ് കുളിരാണ് മലരാണ് പാട്ടൊക്കെ ഇട്ടങ്ങ് വന്നല്ലേ. മാസ് BGM ഒക്കെ ഇട്ട് രേണു അല്ലേ പ്രൊമോഷൻ തന്നത്. സന്ദീപ് മാസം മീശ വരി. ഉറക്കത്തിൽ നിന്ന് എനിക്ക് ഷൂ ഒക്കെ ഇട്ട് വന്ന് കൊച്ചുക്കാളില്. ഞാൻ തങ്കം ചേട്ടനല്ലേ അത്? യാറിന്ത ദേവതൈ യാറിന്ത പുമകെ ബട്രിക്കുള്ളേ യാറയ. നമ്മുടെ തങ്കം ചേട്ടൻ സൈഡിലുണ്ട്. തങ്കം ചേട്ടൻ ഇത് രേണുവിന്റെ കേസല്ല, ബിഷപ്പിന്റെ കേസാ. തങ്കം ചേട്ടൻ എന്താ അവിടെ റോള്? തങ്കം ചേട്ടനെ കണ്ടിട്ട് കുറെ കാലമായി. ഇനി എന്നെ പിടിച്ചോണ്ട് വരുമ്പോഴും വരും, എനിക്കറിയാം. അപ്പം ഐ എം വെയിറ്റിംഗ്. നോക്കട്ടെ, തങ്കം ചേട്ടനൊന്ന് കാണട്ടെ. കുറെ കാലമായി കണ്ടിട്ട്. ഇന്നലെ വീഡിയോയിൽ ഒരുമാതിരി ഇരിക്കുന്നുണ്ട്. അതെ, തങ്കച്ചേട്ടൻ ഓൺലൈൻ മീഡിയ ആയി മാറിയെന്നു. പിറകെ ഒന്ന് പോയി വീഡിയോ എടുക്കുന്നു. അവരാരോ നോക്കട്ടെ. എന്തെങ്കിലും ഡയലോഗ് അടിക്കുന്നുണ്ടോ? നില്ല കേക്കട്ടെ നോക്കട്ടെ. തങ്കൻ ചേട്ടൻ ഡയലോഗ് വല്ലതും അടി. തങ്കൻ ചേട്ടൻ ആരവാണ്? എൻ്റെ സെറ്റപ്പാ തങ്കൻ ചേട്ടൻ. മാസ്. തങ്കൻ ചേട്ടൻ വട അടിക്കാൻ നിൽക്കാണ്. അയ്യോ, തങ്കൻ ചേട്ടൻ അടിക്കാൻ കണക്കിന് നിൽക്കുന്നുണ്ടോ? തങ്കൻ ചേട്ടൻ സീൻ അടിക്കാൻ കണക്കിന് നിൽക്കും. സീൻ കോൺട്ര. CI SI സാർ എല്ലാവരും ഉണ്ടല്ലോ.
സ്റ്റേഷൻ്റെ അകത്തൊക്കെ കയറി ഇങ്ങനെ വീഡിയോ എടുക്കല്ല, എടുക്കാം. ഓ സന്ദീപ് മാസിഡാ എന്നാ ഏറാലും അഴിക്കാൻ മുടിയാതെ അന്ത മാതിരി ലെവലിരിക്കുന്നു. ബിഷപ്പ് ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. നിങ്ങളെല്ലാവരും കൂടി ഇത് എവിടെ പോണ്? വല്ല യാത്ര വല്ല നോക്കട്ടെ. പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പം ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. പല യൂട്യൂബേഴ്സ് വീഡിയോകളും അതിൽ വേറെ കുറച്ച് ആൾക്കാരുടെ പേരിൽ കൂടെ പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവര് പോലീസ് സൈബർ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ അന്വേഷണത്തിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. തുടർന്ന് തീർച്ചയായിട്ടും വേണ്ട മേൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇവിടുത്തെ പോലീസ് മേലധികാരികൾ എന്നോട് അറിയിച്ചിട്ടുണ്ട്. അവർക്കെതിരെ അധികം വൈകാതെ തന്നെ നടപടികൾ ഉണ്ടാകും. അവർ നിരീക്ഷണത്തിലാണ് എന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എനിക്കിപ്പോൾ അവരെന്നോട് അറിയിക്കുവാനിടയായത്. ഞാനുണ്ടാ ബിഷപ്പേ? തങ്കം ചേട്ടൻ, എൻ തങ്കമേ ഉണ്ണൈത്താൻ തേടി പാത്തേനേ. തങ്കം ചേട്ടൻ, ഐ മിസ് യു തങ്കം ചേട്ടൻ, ഐ മിസ് യു സോ മച്ച്, ഐ മിസ് യു വെരി വെരി മച്ച്. അപ്പോൾ നമ്മുടെ ബിഷപ്പ് പറയുന്ന ഇനിയും ഒരുപാട് പേര് നിരീക്ഷണത്തിലാണെന്നാണ്. ഞാൻ കാണും, ഞാനില്ലാത്ത കഞ്ഞിയോ എന്തായാലും കാണും. പിന്നെ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു 2 ദിവസം ഗ്യാപ്പ് പ്ലീസ് 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 പ്ലീസ്, ഐ വിൽ ബെഗ് യു പ്ലീസ്. ജനനായകൻ കണ്ടിട്ട് എന്നെ കൊണ്ടുവെക്കും. പിന്നെ നിങ്ങൾ കൊണ്ടിട്ട് എനിക്ക് തിന്നാൻ മാത്രം തന്നാൽ മതി, ഞാൻ അവിടെ ഇരുന്നോളാം. എനിക്ക് വേറെ ചിലവൊന്നുമില്ല, അധികം ചിലവൊന്നുമില്ല. തിന്നാൻ മാത്രം തന്നാൽ മതി, വേറെ ഒരു ചിലവുമില്ല. എവിടെ വേണോ ചുരുണ്ട് വേണോ മടങ്ങി കിടന്നോളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് അവസ്ഥ. സന്ദീപിനെ കൊണ്ടുപോയത് ഏത് കേസാണ്, ഏത് വകുപ്പാണ്, അതിലോട്ട് ഞാൻ വരാം. അതിന് മുന്നേ നമുക്കിതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കാം കേട്ടോ. കേരള പോലീസ് പൊളി, താങ്ക് യു. ബാക്കിയുള്ളവർ ചെവിയിൽ നുള്ളിക്കോ. എനിക്കൊന്നു രേണു, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ രേണു, ഫോൺ ഉപയോഗിക്കില്ലെന്നല്ല പറഞ്ഞു, പിന്നെ എന്തിനാ അത് ഉപയോഗിക്കുന്നേ? ശരിയല്ല, നല്ലതല്ല, നിന്റെ ഹെൽത്തിന് നല്ലതല്ല രേണു കേട്ടോ. എന്തായാലും വൈരാഗ്യ ബുദ്ധി നല്ലതാണ്. അടുത്ത് ചിരിക്കുന്നു. അങ്ങനെ നമ്മളും ട്രോളറുണ്ട്, നമ്മൾക്കും വ്ലോഗേഴ്സ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അറിയാം. ബട്ട് ലിമിറ്റ് എന്നൊരു സംഭവമുണ്ട്. ആളുകൾ പ്രതികരിച്ച് തുടങ്ങണം, നിയമം നടപ്പാക്കി. അപ്പോൾ എല്ലാവരും രേണുവിൻ്റെ കമൻറ്റ് ബോക്സിൽ രേണുവിന് സപ്പോർട്ട് തന്നെയാണ്. പക്ഷേ രേണുവിൻ്റെ കേസിന് അല്ലേ കൊണ്ടുപോയത്, ബിഷപ്പിൻ്റെ കേസിനാണ് കൊണ്ടുപോയത്. ബ്യൂട്ടിഫുൾ, എത്ര വേദനിച്ചു. കേരളത്തിൽ ക്യുവർ മനുഷ്യർ അനുഭവിക്കും. നീ നന്നായി രേണു. അങ്ങനെ എന്തൊക്കെ എല്ലാ രേണു സപ്പോർട്ടേഴ്സ്. അതവിടെ ഇരിക്കട്ടെ. മറ്റേ നേരത്തെ ഇട്ടല്ലോ ഒരു ഫോട്ടോ, അതിൻ്റെ താഴത്തെ കമൻസ് നോക്കട്ടെ. അതിൻ്റെ താഴത്തെ കമൻസ് എന്തായിരുന്നു? എല്ലാം ഇതൊക്കെ തന്നെയാണ്. ഇതെന്താ? ബിഷപ്പ് ഇതിനു മുന്നേ ഒരു കേസ് കൊടുത്തിരുന്നു, അതെ, പോലീസ് സ്റ്റേഷനിൽ. അന്ന് പ്രതി രേണു ആൻഡ് ടീംസ് ആയിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? അത് തന്നെ ഇപ്പോഴും നടക്കും. നിങ്ങളുടെ പോലീസ് സ്റ്റേഷനല്ലേ. പക്ഷേ അന്ന് ഇവളുമാർ ബിഷപ്പിനെ വെച്ചുണ്ടാക്കിയ കഥകളുടെ 10-1 ഈ സന്ദീപ് പറഞ്ഞിട്ടില്ല. അന്ന് വിഷപ്പാമ്പെന്ന് വിളിച്ചപ്പോൾ അന്ന് അച്ഛൻ വിഷമിച്ചു. പക്ഷെ അവർ ഉദ്ദേശിച്ചത് വിഷമിക്കരുത്, മാപ്പെന്നാണ്. അതിപ്പോഴാണ് അച്ഛന് മനസ്സിലായത്. അപ്പോൾ അവരുടെ കൂടെ നിന്ന് അവർ പറഞ്ഞു കൊടുത്ത അവരുടെ ശത്രുവായ കിച്ചുവിനെതിരെ തിരിയാൻ അച്ഛൻ നിർബന്ധിതനായി. രേണുവിൻ്റെ ചെറിയ പുഞ്ചിരി പോലും, രേണുവിൻ്റെ ദൈവം നിന്നെ കാത്തു രക്ഷിക്കും. ഇത്രയും ചെയ്തപ്പോൾ നീ വീട്ടുകാർ സിമ്പിൾ. അച്ഛൻ ഹാപ്പി. ഒരു കാര്യം മനസ്സിൽ വച്ചോ കിച്ചു, ഇനിയും അവനെ ഓരോന്ന് പറഞ്ഞ് ആരെയും വിടാൻ നിൽക്കണ്ട. ഈ കാണുന്ന ഒരുത്തനെ നിൻ്റെ കൂടെ ഇല്ലാത്തൊരു ടൈം വരും. അന്ന് ഇതുപോലെ ചിരിച്ച് കിട്ടാൻ കൊതിക്കും. അതും ശരിയാ. ആൾക്കാർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്നാൽ മതി നമുക്ക് ചിരിയും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഇതിൻ്റെ വശങ്ങൾ കുറച്ച് ഉണ്ട്, പെരുവഴി ആകാതിരുന്നാൽ മതി. ഞാൻ വായിക്കാം. ദ ഭാരതീയ നയ സംഹിത BNS 2023, കേരള പോലീസ് ആക്ട് 2011. ഇപ്പോൾ BNS ആണ്, IPC ഇപ്പോൾ ഇല്ലല്ലോ. BNS വകുപ്പ് 122 ഇട്ടിട്ടാണ് കേസ് എടുത്തിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ FIRൻ്റെ റിപ്പോർട്ട് നമുക്കൊന്ന് വായിക്കാം. ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, ഫസ്റ്റ് ഇൻഫർമേഷൻ കണ്ടന്റ്. പ്രതിക്ക് അലവലാതിയല്ല, ആവലാതിക്കാരനെ വ്യക്തിഹത്യ ചെയ്യണമെന്നും മാനഹാനി വരുത്തണമെന്നും ഉള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി റെയറീൽസ് എന്ന യൂട്യൂബ് ചാനൽ വഴി 13/7/26 മുതൽ ആവലാതിക്കാരനെയും കുടുംബത്തെയും സമൂഹത്തിന് മുന്നിൽ അപഹാസ്യപ്പെടുത്തുന്ന വിധത്തിൽ മോശമായി ചിത്രീകരിച്ച ആവലാതിക്കാരൻ്റെ തിരുവസ്ത്രം അണിഞ്ഞ ഫോട്ടോയും സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിച്ച ആവലാതിക്കാരൻ സഹോദരങ്ങൾക്ക് നൽകാത്ത കുടുംബ സ്വത്ത് തട്ടിയെടുത്തെന്നും, സത്യം പല്ലിയടിക്കണേ ദൈവമേ, തട്ടിയെടുത്തെന്നും ആവലാതിക്കാരന് കേരളത്തിലും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അവിഹിത ബന്ധത്തിൽ ഭാര്യമാരും മക്കളുമുണ്ടെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുമുള്ള വീഡിയോകൾ തുടർച്ചയായി അപ്ലോഡ് ചെയ്തു.
ആവലാധികാരൻ്റെ പൗരോഹിത ശുശ്രൂഷയെ അപകീർത്തിപ്പെടുത്തി എന്നുള്ളത്. ഇതാണ് എഫ്ഐആറിലുള്ളത്. അല്ലാണ്ട് രേണുവിൻ്റെ കേസൊന്നുമില്ല. രേണുവിൻ്റെ കേസ് ആ സ്റ്റേഷനിൽ എടുക്കൂല. രേണു എന്താണ് ഏതാണെന്നൊക്കെ ശേഷം അവിയൽ പരുവത്തി കിടക്കാണ്. ഇത് ബിഷപ്പ് കൊടുത്ത കേസായതുകൊണ്ട് ബിഷപ്പിൻ്റെ പിടിപാട് കൊണ്ടുമൊക്കെയാണ് ഇതിപ്പോൾ സന്ദീപിനെ ഇങ്ങനെ വീട്ടിൽ പോയി പൊക്കി ഒരു സെറ്റപ്പായി വീഡിയോ ഒക്കെ എടുത്ത് മാസാക്കിയത്. നാളെ എന്നെ ഒന്ന് വീട്ടിൽ നിന്ന് പൊക്കിയാൽ ഇതുപോലെ തന്നെ നിങ്ങൾ വരാണെങ്കിൽ തലേദിവസം വിളിച്ച് പറയണം കേട്ടോ. ഞാൻ കുളിച്ചൊരുങ്ങി ഷേവൊക്കെ ചെയ്ത് താടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് മുടിയൊക്കെ വെട്ടി സെറ്റായിട്ടിരിക്കുക. അല്ലെങ്കിൽ ഞാനിവിടെ പല്ല് പോലും തേക്കാതെ കയറി കിടക്കും. നിങ്ങളൊക്കെ വന്ന് കയറുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഉറക്കണിക്കണേ. ഒരുമാതിരി കഞ്ഞി പരുവത്തി കിടക്കും. ഓക്കെ, അതുകൊണ്ട് വരെയാണെങ്കിൽ തലേദിവസമൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വരും. അല്ലെങ്കിൽ എനിക്കിനി അങ്ങ് വരെ വരാൻ വയ്യ. ഞാൻ എന്തിനാ ഇവിടെ നിന്ന് ഇനി അങ്ങ് വരെ. ഞാൻ 1-2 പ്രാവശ്യമൊക്കെ കോട്ടയത്ത് കേസുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴേ ക്ഷീണിച്ച് എനിക്ക് വയ്യ. സത്യം ഉള്ള കാര്യം പറയാം. ഞാൻ ഇവിടെ നിന്ന് ബസ്സും ട്രെയിനും ഒക്കെ കയറി അങ്ങ് വരണം. അതിനേക്കാളും നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങ് വന്ന് കാറിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സന്തോഷം. സന്ദീപിനെ AC കാറിലൊക്കെ കൊണ്ടുപോകണം. ഇത് കണ്ടപ്പോൾ ഞാൻ തന്നെ അന്തിച്ചു, ദൈവം ഇത്രയും വലിയ സെറ്റപ്പിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഇങ്ങ് വന്ന് എന്നെ കൊണ്ടുപോയാൽ സന്തോഷം. പിന്നെ വേറൊരു കേസ് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ തലേദിവസം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുളിച്ചൊരുങ്ങി രാത്രി തലേദിവസം നേരത്തെ കിടന്നുറങ്ങിയിട്ട് അടുത്ത ദിവസം നിങ്ങൾ വരുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഒന്നുകൂടി എന്നെ വിളിക്കണം. അപ്പം ഞാൻ ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കും. പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി തരണം. അങ്ങനെ എന്നെ കൊണ്ടുപോയാൽ മതി. എന്നെ പൊന്നുപോലെ നിങ്ങൾ നോക്കിയാൽ മതി. വേറെ ഇത് വലിയ ചിലവൊന്നുമില്ല. വല്ല ഉച്ചയ്ക്ക് രാവിലെ വൈകിട്ട് ഫുഡ് ഇത്രയേ ഉള്ളൂ. ഫുഡ് കിടക്കാൻ എനിക്കൊരു പോലും വേണ്ട. തറയിൽ വല്ല ന്യൂസ് പേപ്പർ വിരിച്ച് ചുരുണ്ട് കിടന്നോളാം. അത് വേറെ ഒന്നും കൊണ്ടല്ല, മറ്റേ മണ്ണും പൊടിയായി ചൊറിച്ചിൽ വരാതിരിക്കുക. അതത്രേ ഉള്ളൂ. വേറെ എനിക്ക് വലിയ ചിലവേ ഇല്ല. ഫുഡ് മാത്രം വാങ്ങിച്ചു കേട്ടോ. പിന്നെ ചെല്ലി കിടന്നു കഴിഞ്ഞാൽ ബിരിയാണിയൊക്കെ കൊടുക്കും എന്നൊക്കെ പറയണേക്കാം. ഞാൻ ദൈവത്തിനറിയാം. ഓക്കെ, ഭാരതീയ ന്യായ സംഹിത BNS-യുടെ സെക്ഷൻ 192 കലാപമുണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുക എന്ന കുറ്റത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്. കലാപത്തിന് കാരണമാകുമെന്ന് അറിഞ്ഞോ ഉദ്ദേശിച്ചോ മറ്റൊരാളെ ദ്രോഹപരമായോ നിയമവിരുദ്ധമായോ പ്രകോപിപ്പിക്കുന്ന ആരെയും ശിക്ഷിക്കാൻ ഇത് വ്യവസ്ഥ ചെയ്യുന്നു. കലാപം യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട് എന്നതിനെ ആശ്രയിച്ച് ശിക്ഷ വ്യത്യാസപ്പെടുന്നു. കലാപം നടന്നാൽ 1 വർഷം വരെ തടവ് പിഴ അല്ലെങ്കിൽ 2. കലാപം നടന്നിട്ടില്ലെങ്കിൽ 6 മാസം വരെ തടവ് പിഴ അല്ലെങ്കിൽ 2. അയ്യോ സന്ദീപേ, ഞാനും വരാടാ, ഒരുമിച്ച് പോവാം. 2011 കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 120 പ്രകാരം ഏതെങ്കിലും ആശയവിനിമയ മാർഗങ്ങളിലൂടെ പൊതുജനങ്ങൾക്കോ വ്യക്തികൾക്കോ ശല്യമുണ്ടാക്കുന്നത് ശിക്ഷാർഹമാണ്. ഇതിൽ കാമ്യമില്ലാതെയോ അജ്ഞാതമായോ ആയ കോളുകൾ, കത്തുകൾ, എഴുത്തുകൾ, സന്ദേശങ്ങൾ, ഇമെയിലുകൾ എന്നിവ ആവർത്തിച്ച് അയക്കുക, അല്ലെങ്കിൽ ഒരു സന്ദേശവാഹനെ ഉപയോഗിച്ച് ശല്യപ്പെടുത്തുകയോ അസ്വസ്ഥത ഉണ്ടാക്കുകയോ ചെയ്യുന്നത് ഉൾപ്പെടുന്നു. സെക്ഷൻ 120. നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, 120 ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് വകുപ്പുകളൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയ ഒറ്റ കാര്യമുള്ളൂ, വേറൊന്നുമില്ല. ഇത് ബിഷപ്പിൻ്റെ കേസായതുകൊണ്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് ആക്ഷൻ നടന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഹൈക്കോടതിയിൽ നിന്ന് ഓൾറെഡി ഈ പറയുന്ന സന്ദീപിന് പേപ്പർ പോയിട്ടുണ്ടായിരുന്നു, വീഡിയോസ് ടേക്ക് ഡൗൺ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഇതിപ്പോൾ സ്റ്റേഷനിൽ പോയതിനു ശേഷം സന്ദീപിൻ്റെ അടുത്ത് വീഡിയോസ് ടേക്ക് ഡൗൺ ചെയ്യാനൊക്കെ തന്നെയാണ് പറയാൻ പോകുന്നത്. വേറെ കൂടുതലായിട്ടൊന്നുമില്ല. വീഡിയോസ് ടേക്ക് ഡൗൺ ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ തന്നെയാണ് പറയാൻ പോകുന്നത്. മിക്കവാറും ചെയ്യിപ്പിക്കുമായിരിക്കും, മേ ബി, അല്ലെങ്കിൽ വള്ളിയാക്കുന്നതായിരിക്കും. മിക്കവാറും സന്ദീപിൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് മേ ബി കോടതിയിലോട്ട് കേസ് വിടാൻ പറയുമായിരിക്കും. അതായിരിക്കും മിക്കവാറും പറയാൻ പോകുന്നത് സന്ദീപ്. ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വേറൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ബിഷപ്പ് പക്ഷേ സന്ദീപ് ആരെക്കുറിച്ച് ചുമ്മാ ഒരു കഥ ഉണ്ടാക്കി ബാലരമയിലൊക്കെ പറയുന്ന പോലെ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതെന്തിനാണ് കൊള്ളുന്നതെന്നാണ് ഞാൻ ആലോചിച്ചത്. എന്തായാലും ആവട്ടെ, കോപ്പ്. പിന്നെ പണ്ട് ഞാനൊരു കേസുമായിട്ട് പോയപ്പോൾ ഇതുപോലെ ഞാനൊരാളെ കുറ്റം പറഞ്ഞിട്ടില്ല. ശോഭയുടെ കേസാണ്. ഒരാളെന്ന് എനിക്ക് പറയാനൊന്നുമില്ല. ശോഭയുടെ കേസ് ഞാൻ പറഞ്ഞു, സാറേ ഞാനതിനെ അവർ സപ്പോർട്ട് ചെയ്തല്ലോ സംസാരിച്ചു, പിന്നെ എന്നാത്തിന് എന്നെ പിടിച്ചുകൊണ്ടുവന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സാറുമാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ അങ്ങനെയല്ല, നിൻ്റെ കമൻറ്റ് ബോക്സിൽ അവരെ കുറ്റമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ കമൻറ്റ് ബോക്സിലെ ആൾക്കാർ അവരെ പറഞ്ഞതെന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ അങ്ങനെ സാറുമാർ എനിക്കൊരു ഉത്തരം തന്നു, എടാ നിൻ്റെ പറമ്പ്, നിനക്കൊരു പറമ്പുണ്ട്, ആ പറമ്പിൽ വേറെ അവനെ കൊണ്ട് കഞ്ചാവിൻ്റെ വിത്തിട്ട് കഞ്ചാവ് മുളപ്പിച്ച് കഴിഞ്ഞാൽ ആ കേസ് ആരെ തലയിൽ വരും? നിൻ്റെ തലയിൽ വരുമോ? മുളപ്പിച്ചവനെ തലയിൽ വരുമോ? നമ്മൾ സാറേ എൻ്റെ തലയിൽ. അത്രയേ ഉള്ളൂ. അതുപോലെയാണ് കമൻറ്റ് ബോക്സ്.
കഞ്ചാവിന് മുകളോളം സാദൃശ്യപ്പെടുത്തിയാണെന്ന് സാർ എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിന് എക്സാമ്പിൾ പറഞ്ഞത്. അന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. മേ ബി അങ്ങനെയൊക്കെ ആവാം. കമൻറ്റ് ബോക്സിൽ ബിഷപ്പിൻ്റെ പേരൊക്കെ വരുന്നുണ്ടല്ലോ, എന്തെല്ലാം ആവട്ടെ. അപ്പോൾ ബിഷപ്പ് കൊടുത്ത കേസിനെ തുടർന്നിട്ടാണ് സന്ദീപിനെ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. ഞാൻ ഫുൾ സപ്പോർട്ട് സന്ദീപിന് തന്നെയാണ്. കാരണം എനിക്ക് അങ്ങനെ ഇതൊന്നും തോന്നിയില്ല. ഇനിയിപ്പോൾ സന്ദീപ് പറയുന്ന കാര്യങ്ങൾ സന്ദീപിൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് സന്ദീപ് പറയുന്നുണ്ട്. അത് സന്ദീപ് തെളിയിക്കട്ടെ. ഓട്ടോറിറ്റീസ് അതെനിക്കറിയത്തില്ല. അത് സന്ദീപ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിയിക്കട്ടെ. സന്ദീപ് തന്നെയാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുന്നോട്ട് പോകുന്നത്. സന്ദീപിൻ്റെ അടുത്ത് ഈ പറയുന്ന പോലെ ആരൊക്കെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ച് തെളിവുകൾ കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച്. സന്ദീപ് വരട്ടെ. സന്ദീപിൻ്റെ ആ ഒരു സ്റ്റേഷൻ അഭിപ്രായങ്ങളും സ്റ്റേഷനിലെ അനുഭവങ്ങളും നമുക്ക് തുടർന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. കാണണം. എന്തായാലും സന്ദീപിൻ്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കട്ട വെയിറ്റിംഗ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കും. എൻ്റെ പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.